ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഇത് അടുത്ത് എത്തിക്കഴിഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് മിനിറ്റായിട്ട് ഒരു അടിപൊളി പുൽക്കൂട് ഉണ്ടാക്കിയാലോ. ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് എളുപ്പത്തിൽ അധികം പൈസ ചിലവില്ലാതെ മനോഹരമായി ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് സാൻഡ് പേപ്പർ എന്ന് പറയുന്ന പേപ്പറാണ്. നിങ്ങൾക്ക് ഇതിന് പകരം കാർഡ്ബോർഡ് എടുക്കാം. അതിന് ലവ് ഷേപ്പിലൊന്ന് വെട്ടിയെടുക്കുക. അതിനുശേഷം കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ തടി കൊണ്ട് വേസ്റ്റ് ആയിട്ടുള്ള തടി കൊണ്ട് ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ കാർഡ്ബോർഡ് ഷേപ്പിൽ വച്ചിട്ട് നമ്മൾ ഈ കാണിക്കുന്നത് പോലെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുക. അതിന് ചുറ്റും നമ്മൾ സീരിയൽ ലൈറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞ വേസ്റ്റ് പീസ് എടുത്തിട്ട് നമ്മൾ ചെറിയ മരങ്ങൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കാണിച്ച ബ്രഷ് എന്ന് പറയുന്നത് അറിയാമായിരിക്കും, നമ്മുടെ മേക്കപ്പ് സെറ്റിനൊക്കെ വരുന്ന ബ്രഷാണ്. അപ്പോൾ ഇവിടെ ബ്രഷൊന്നുമില്ല, തൽക്കാലം 2 പെയിൻറ്റ് വാങ്ങി. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ അതേ രീതിയിൽ ഒരു മരം ഒപ്പിച്ച് കൂട്ടുന്നതാണ് ഈ കാണുന്നത്. അപ്പം അങ്ങനെ 2 മരം നമ്മൾ വരച്ചെടുക്കുക. അപ്പം നിങ്ങൾക്ക് മരം ആകാം, നിങ്ങളുടെ ഇഷ്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ 2 മരമാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഒരു മരത്തിൻ്റെ ഫൈനൽ ലുക്ക്. അടുത്ത മരം ഇതാണ്. അപ്പോൾ ഈ 2 മരം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വലിയൊരു ഷീറ്റിൽ നമ്മൾ കുറച്ചും കൂടെ മരങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതായി കാണിക്കുന്നത്. താഴെ നമ്മൾ വലിയൊരു ഷീറ്റാണ് വച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മുടെ ഈ ഷീറ്റിന് കുറച്ചൊന്ന് ബാക്കിലോട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിൽ ആ ഒരു തടി കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഷീറ്റിന് നല്ല സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഫ്രണ്ട് ബാക്ക് തന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല. കാർഡ്ബോർഡ് പേപ്പറായിരുന്നാലും മതി. അപ്പം നിങ്ങളുടെ രീതിയിലെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് വയ്ക്കേണ്ട ഓരോ രൂപങ്ങൾ നമ്മുടെ തന്നെ സൃഷ്ടിക്കനുസരിച്ച് നമുക്കത് ഏത് രീതിക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പം ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.